ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരണമെങ്കിൽ ആദ്യം തന്നെ വരട്ടെ 5 വഖത്ത് കൃത്യമായ നിസ്കാരം. ഖുർആൻ എവിടെ നിസ്കാരത്തെ പറഞ്ഞത്? അങ്ങനല്ലേ? നിസ്കാരത്തെ സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചാൽ ഇന്നൽ ഹസനാത്ത്, ആ സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിക്കപ്പെട്ട നിസ്കാരങ്ങളാണ് യഥാർത്ഥ പുണ്യകർമ്മങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഗുണമുള്ളത് എന്ന് ഖുർആൻ. ഇന്നൽ ഹസനാത്ത്, സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ച സമയബന്ധിതമായ വഖത്ത് മാനിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരങ്ങൾ യുദ്ഹിബിന സയ്യിആത്ത്, പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി തരുമെന്ന് ഖുർആൻ. പാപം ചെയ്യൂല, തെറ്റിയൂല മനുഷ്യൻ. സ്ഥാപിക്കേണ്ടടുത്ത് നിസ്കാരത്തെ സ്ഥാപിക്കാത്ത ആൾക്ക് വൈലെന്ന നരകം, ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നന്നാവാനുള്ള ഒരു പ്രധാന ഘടകം നിസ്കാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അതിൽ പാളിച്ച വന്നിട്ടുണ്ട്, തിരുത്താനുള്ള ചിന്തയാ നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നമുക്ക് വേണ്ടത് ഖുർആൻ പാരായണമാ. ഖുർആൻ പാരായണം എല്ലാ ദിവസവും വേണം. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ മഹാനുഭാവന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി മോനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ പ്രിയപ്പെട്ട പിതാവ് ശൈഖ് നൂർ മുഹമ്മദ് എന്ന അദ്ദേഹത്തിന്റെ പേര്, ഖാദിരിയ തുരീഖത്തിന്റെ ശൈഖായിരുന്നു. വലിയ മഹാൻ, അക്ഷരാഭ്യാസമില്ല, പക്ഷേ അക്ഷരാഭ്യാസമില്ലാത്ത തത്വജ്ഞാനി എന്ന അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അല്ലാമ ഇഖ്ബാൽ സുബഹി കഴിഞ്ഞു വന്നാൽ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഇഖ്ബാലിന് വിദ്യാഭ്യാസമില്ല എന്ന് പറയുമോ? കേംബ്രിഡ്ജിൽ പഠിച്ച മോനല്ലേ ഇഖ്ബാൽ? ഇന്ത്യ കണ്ട വിദ്യാഭ്യാസ വിചക്ഷണരിൽ പ്രമുഖനല്ലേ? യൂറോപ്പിൽ പഠിച്ചു. യൂറോപ്പിൽ പഠിച്ച പഠന കാലഘട്ടത്തിൽ തെറ്റുകളെ കുറിച്ച് വിലയിരുത്താനുള്ള നല്ല ബോധം ആ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിയായ ഇഖ്ബാൽ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനിക കവിയാണ് ഇഖ്ബാൽ. ഇഖ്ബാലിന്റെ ചിന്തകളിൽ അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തോട് ചേരാത്തവന് ഈ ഭൂമിയിലെ ഓക്സിജൻ ഹറാം, ഈ ഭൂമിയിലെ വെള്ളം ഹറാം, ഈ ഭൂമി അള്ളാന്റെ ഹബീബിന്റെ സമ്പത്താണെന്ന് മഹാനായ ഇഖ്ബാൽ ചിന്തിക്കുകയാണ്. ഇമാം ബൂസൂരിയൊക്കെ പാടിയ പോലെ 10-30 ദിവസം നീണ്ട മൗലിദ് പാരായണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംഗമത്തിലാ ഞാനും നിങ്ങളും കൂടിയത്. അള്ളാഹുവിന്റെ ഹബീബ് ജീവന്റെ ജീവനായി സ്നേഹത്തിൽ നമ്മോടൊപ്പമില്ലാതെ ഈ ഭൂമിയിലെ ഓക്സിജൻ നമുക്ക് ഹലാലല്ലെന്ന് പോലും ഇഖ്ബാൽ പാടി. കേംബ്രിഡ്ജിൽ പഠിച്ച കാലഘട്ടം തന്റെ യൂറോപ്യൻ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി പോയ പോലെ. 2 കാര്യം അവിടെ ഉള്ളത്. ആ തീ ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. പാശ്ചാത്യ സംസ്കാരം എന്റെ ജീവിതത്തിൽ സ്പർശിതമല്ല. ആ തീയെ സ്പർശിക്കാതിരിക്കാനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടാ തീയിലേക്ക് ഖലീലുല്ലാഹി തങ്ങൾ പോയത്. പാശ്ചാത്യ സംസ്കാരം എന്റെ ശരീരത്തിൽ സ്പർശിതമാവാതിരിക്കാനുള്ളത് എന്റെ വാപ്പ എനിക്ക് തന്നു. ആ സമ്പാദ്യവുമായി ഞാൻ അങ്ങോട്ട് പോയെന്ന് മഹാനായ ഇഖ്ബാൽ. സുബഹി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഖുർആൻ ഓതും. നല്ല മനോഹരമായ ഓത്ത്. നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആഴ്ചയിൽ അത് ഒരെണ്ണം, അത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം അത് ഓതിയാൽ അടുത്ത ആഴ്ച അതേ സമയം വരെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ ഹൃദയത്തിൽ ഒരു വെളിച്ചമായി ആ സൂറത്ത് ഓതിയവർക്ക് ആ സൂറത്ത് കാവലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഹദീസ് പറയുന്നതായി കാണാം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ
വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, ആ രണ്ട് വെള്ളിയാഴ്ചക്കിടയിൽ അല്ലാഹു കൊടുക്കുന്ന ഈമാന്റെ ഒരു വെളിച്ചത്തിലാ അവന്റെ ഖൽബ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വെളിച്ചമാ അൽ കഹ്ഫ്. അൽ കഹ്ഫിന്റെ വെളിച്ചം പരിശുദ്ധമായ ഹദീസിൽ കാണാം. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സ്വഹാബി, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. കാന റജുലുൻ മിൻ സ്വഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്തുൽ കഹ്ഫി വഇൻദഹു ഹിസാനും മർബൂത്തും ബിശത്നൈൻ. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സ്വഹാബി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഒരു വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പന്തയ കുതിരയുണ്ട്. സാധാരണ കുതിര അല്ലാട്ടോ അത്. പന്തയ കുതിര എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ ഈ കാളയും പോത്തൊക്കെ വളർത്തുന്ന വീട്, മലപ്പുറത്തേക്കൊക്കെ ചെന്നാൽ കാണാം കാളപ്പൂട്ടുള്ള വീടുകളുണ്ട്, വലിയ വലിയ ഹാജിയാക്കന്മാരുടെ വീട്. അവിടെ നല്ല AC-യുടെ അകത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരിക്കും ഈ കാളപ്പൂട്ടിനെ കൊണ്ടുപോണ പോത്തിനെയും കാളിനെയൊക്കെ കെട്ടി നിർത്താം. അങ്ങനെയുണ്ട് നല്ല വിലയുള്ള കാളകൾ എന്ന പോലെയുള്ള ഒരു ഹിസാനും മർബൂത്തും ബിശത്നൈൻ, രണ്ട് കയറ് കൊണ്ട് വലിച്ചു കെട്ടണം, അല്ലെങ്കിൽ കയറ് പൊട്ടിക്കുന്ന ശൗര്യമുള്ള കുതിരയായിരുന്നു ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സ്വഹാബിയുടെ വീട്ടിലുണ്ടായിരുന്നത്. അതിനെ കെട്ടിയിട്ടിരിക്ക ഈ മഹാൻ അൽ കഹ്ഫ് ഓതാ വെള്ളിയാഴ്ച രാവിലെ. അൽ കഹ്ഫ് ഓതും, കുതിര കിടന്ന് അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും കയറ് പൊട്ടിക്കാൻ പോവലും ഒക്കെയാണ്. ഉസൈദ് ഇബ്നു ഹുദൈറിന്റെ പൊന്നുമോൻ യഹ്യ എന്നൊരു കുട്ടി ആ സമയത്ത് ഇത് കാണാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി. മഹാനവറുകൾ അൽ കഹ്ഫ് ഓതി തീർക്കവും വേണം, കുട്ടിയെ കുതിര ചവിട്ടിക്കൂട്ടുമോ എന്നുള്ള പേടിയുണ്ട്, എന്ത് ചെയ്യും? ആകെ പ്രശ്നമായി. അൽ കഹ്ഫ് ഒരു പ്രകാരം ഓതി തീർത്തു. ഫലമ്മ അസ്ബഹ, സുബഹിക്ക് തന്നെ മഹാനവറുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അഖ്ബറ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഉസൈദ പേടിക്കണ്ട, തിൽക സക്കീന, അതൊരു സമാധാനമാ, അതൊരു രോഗശമനമാ, അത് ആപത്ത് മുസീബത്തുകളുടെ കാവല, അത് കുടുംബത്തിന്റെ ബറക്കത്ത, ഒരു പ്രകാശം പോലെ കുടയുടെ രൂപത്തിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതാ. അത് കണ്ടപ്പോൾ, ആ മലക്കുകളെ കണ്ടപ്പോഴാ നിന്റെ കുതിര ഓടിക്കളിച്ചതെന്ന്. വെള്ളിയാഴ്ച രാവിലെ അൽ കഹ്ഫ് ഓതുന്നവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ മഹാനവറുകളുടെ ചരിത്രം നമ്മുടെ മുന്നിൽ പാടാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതില്ല, അറ്റ്ലീസ്റ്റ് യാസീനോദലുണ്ട്, അതുമില്ല. എവിടെ യാസീനോദ? എന്റെ ചെറുപ്പത്തിൽ യാസീനോദില്ലെങ്കിൽ ചോറില്ല, യാസീനോദില്ലെങ്കിൽ ചോറില്ല. അന്നമോദിയില്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രായമുള്ള മക്കൾക്ക് അന്ന് ഭക്ഷണമില്ല. യാസീൻ ഓതണം. കുടുംബത്തിലെ യാസീൻ ഓതൽ കുറവാണ്. ആരെങ്കിലും വയസ്സായവരൊക്കെ ഇരുന്ന് ഓതുന്നുണ്ടെന്നല്ലാതെ എല്ലാവർക്കും ഓതി എന്താ കുഴപ്പം? ലക്ഷക്കണക്കിന് രൂപ ഒരു മഹല്ല് കമ്മിറ്റി ഒരു വർഷം മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നുണ്ട്. എത്രയോ മണിക്കൂറുകൾ ഓരോ ദിവസവും അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. നബിദിന കലാപരിപാടികളും അല്ലാതെ എത്ര സമയങ്ങളും ഊർജങ്ങളും അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഒരു മരണം നടന്ന വീട്ടില് ഒരാൾ പോലും ഒരു മുസഹഫ് എടുത്ത് വെച്ച് ഓതുന്ന അവസ്ഥ ഈ നാട്ടിലില്ല. അപ്പൊ ചോദിക്കും, ഞങ്ങളുടെ നാട്ടിലുണ്ടോ? ഉണ്ട്. ഇപ്പോഴും ആ പഴയത് കുറെ അവിടെ ഉണ്ട്. എന്റെ വല്യമ്മ മരിച്ച് 3.5 മണിക്കൂർ കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്തു, വെച്ചുകൊണ്ടിരുന്നില്ല. ഈ 3.5 മണിക്കൂറിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ആ മയ്യത്ത് പരിപാലനത്തിനെത്തിയ, കുടുംബത്തിൽ സന്ദർശനത്തിനെത്തിയ അയൽവക്കത്തെ സഹോദരിമാര് കൂടി നിന്നിട്ട് 30 പേര് 30 ജുസുകൾ എടുത്തു വെച്ചിട്ട് ഓരോ ജുസ് ആ 30 പേര് നിന്നുകൊണ്ട് അങ്ങോട്ട് ഓതി. മയ്യത്ത് കുളിച്ചു വരുന്നതിന് മുന്നേ ഒരു ഖത്ം അവിടെ ഓതി തീർത്തു. പരിശുദ്ധ ഖുർആൻ ഓതാത്തത് എന്താ? നമ്മുടെ കൂട്ടത്തിൽ ചിലര് ശിർക്കും കുഫറും പറഞ്ഞു വന്നത് അമലുകൾ കുറയ്ക്കൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒന്ന് കൂടുതൽ ചെയ്യാൻ അവർ പറഞ്ഞിട്ടില്ല. മരിച്ച വീട്ടിൽ മനോരമയും മാധ്യമവും മംഗളവും മാതൃഭൂമിയും വായിക്കണം, പക്ഷേ ഖുർആൻ ഓതാൻ പാടില്ല. ശിർക്ക. ഫഖറഉ മാ തയസ്സറ മിൻ, എളുപ്പമുള്ളതൊക്കെ ഓതണമെന്ന.
പരിശുദ്ധ ഖുർആൻ ഓതുന്നോടത്ത് റഹ്മത്തിന്റെ മലക്ക് വരണം. ഇതൊരു മരിച്ച വീടാടോ, ഇവിടെ ഇബ്ലീസ് അല്ല വരേണ്ടത്. അതിനുവേണ്ടി മരിച്ചോടത്തൊരു യാസീൻ പോലുമില്ല എന്നുള്ളതാണ്. അതിങ്ങനെ മയ്യത്ത് അവിടെ കിടക്ക, ഒരാൾ ഈച്ചാട്ടാനിരിക്കുക, ആരും ഓതലില്ല, തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനൊരു സജീവത വേണം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ നാട്ടിലൊരു മരണം നടന്നു. ഞാൻ അസ്ർ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി മഗ്രിബിനോട് അടുത്ത സമയത്ത് അവിടെ എത്തി. ആ മയ്യത്ത് കാണാൻ ആരും പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ കടമാന. മയ്യത്ത് അവിടെ ഉണ്ട്. വന്നവര് മുഴുവനും ഒരു 500-ൽ കുറയാത്ത ആളുകൾ തടിച്ചുകൂടി ഇരുന്ന് അച്ചടക്കത്തോടെ, ഒരാൾ പോലും ഒരു ഫോൺ ചെയ്യുന്നില്ല. അവിടെ ഇരുന്നു കൊണ്ട് 4ഉം 5ഉം യാസീൻ ഒരുമിച്ച് ഓതിയിട്ട് ഒരു ആലിമ് മയ്യത്ത് മരിച്ച വീട്ടിലേക്ക് കയറി വരാണെങ്കിൽ ആ മൂപ്പര് വരുമ്പോ മൂപ്പരെ കൊണ്ട് അങ്ങോട്ട് ദ്വാരപ്പിക്കും. അത് കഴിയുമ്പോൾ തന്നെ അടുത്ത ആൾ ഫാത്തിഹ വിളിക്കും. ഓരോ നാടുകളിൽ ഓരോ സംസ്കാരമുണ്ട്. മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഓതിയ ഒന്നും കിട്ടൂല എന്നാ ഓർത്തത്. ഹദിയ ആക്കാൻ പറ്റിയ മൂല്യമുള്ള എന്തും മരിച്ച ആൾക്ക് ഹദിയ ആക്കാം. സഹാബിയായ മഹാനായ സ്വഹാബി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ്, മഹാനായ സ്വഹാബി മഹർ കൊടുത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഓതി കേൾപ്പിക്കലായിരുന്നു. ഓതി കേൾപ്പിക്കുക എന്നത് മൂല്യമുള്ളത് കൊണ്ടാണല്ലോ അത് മഹറായി നിശ്ചയിക്കപ്പെട്ടത്. മൂല്യമുള്ളത് ഹദിയ ചെയ്യാമല്ലോ. ഹദിയ ചെയ്യാമെങ്കിൽ മരണപ്പെട്ടവർക്ക് ഹദിയാക്കലില്ലേ? മഹാനായ സഅദ് ഇബ്നു ഉബാദയുടെ ഉമ്മ മരിച്ചപ്പോൾ നബിയുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ്. സഅദിന്റെ ഉമ്മ മരിച്ചു, നബിയെ ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ സദഖ എന്റെ ഉമ്മാന്റെ പേരില്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഖിയുൽ മാഇ, വെള്ളം കുടിക്കാൻ കൊടുത്തോ. മഹാനവറുകൾ പോയി ഒരു കിണർ കുഴിച്ചു, എന്നിട്ട് പ്രഖ്യാപിച്ചു ഇത് സഅദിന്റെ ഉമ്മാന്റെ പേരിൽ ഹദിയ സദഖ എന്ന്. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അബൂദാവൂദിലെ ഹദീസുണ്ട്. മരണപ്പെട്ടവർക്ക് ഹദിയാക്കി. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നാം കാണുന്ന ചുറ്റുപാടുകളിൽ അങ്ങനെ ഒന്നില്ല. മരിച്ചിട്ട് യാസീൻ ഓതാനാ പറഞ്ഞത്? അല്ല, മരിക്കുന്നതിന് മുമ്പേ തുടങ്ങണമെന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഖൽബ് എന്ന് പറയുന്ന യാസീൻ സൂറത്ത് അറ്റ്ലീസ്റ്റ് മരിച്ചോടത്തെങ്കിലും വേണേ. മരിക്കുന്ന ആള് മരണാസന്നനായി കൊണ്ടിരിക്കുമ്പോൾ ഫഖറഊ ഇൻദ മൗതാകും സൂറത യാസീൻ, നിങ്ങളിൽ മരണാസന്നനായ ആള് കേൾക്കത്തക്ക ശബ്ദത്തിൽ നിങ്ങൾ അയാളുടെ സമീപം യാസീൻ ഓതണേ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മരിച്ചിട്ടല്ല ഓതാ, മരിക്കുന്നതിന് മുമ്പേ തുടങ്ങണേ. മരിക്കുന്നതിന് മുമ്പേ ഫഖറഊ ഇൻദ മൗതാകും, മൗത എന്ന പ്രയോഗമാണ് ഹദീസിലുള്ളത്. മൗത എന്ന പ്രയോഗം മൻ ഹളറഹുൽ മൗത്ത്, മരണം ആസന്നമായി കൊണ്ടിരിക്കുന്ന ആൾ. മൗത എന്ന പ്രയോഗത്തിന് മറ്റൊരർത്ഥമുണ്ട്, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചു കഴിഞ്ഞാലും മൗത എന്ന പ്രയോഗം പറയാം. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഓതണം, ശേഷവും യാസീൻ ഓതണമെന്ന് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെയാ ഞാൻ ഈ ഹദീസ് പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി നമ്മുടെ വീട്ടിൽ വേണം യാസീൻ വെളിച്ചമാ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അത് പതിവായി ഓതുന്ന ആൾക്ക് ശഫാഅത്ത് ഉറപ്പാണേ. ആ അധ്യായം അള്ളാഹുവിന്റെ കോടതിയിൽ ഇടപെടുമേ. അത് പതിവായി ഓതുന്ന ആളുടെ പാപം പൊറുക്കുമേ. അത് ഓതുന്നത് കേട്ടുകൊണ്ടു പോകുന്ന ആൾക്കും പാപം പൊറുക്കുമേ. അങ്ങനത്തെ ഒരു അധ്യായം അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാണ് ആ അധ്യായം എന്നറിയുമോ? അലാ വഹിയ സൂറത്ത് യാസീൻ. അത് യാസീൻ അധ്യായമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് മരിച്ച വീട്ടിലാകെ ഉള്ളത് കരച്ചില് മാത്രാണ്. കരയുന്നോടത്ത് അലമുറയിട്ട് കരഞ്ഞാൽ അത് മയ്യത്തിന് കേടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി. മന്നീഹ അലൈഹി യുഅദ്ദബു മന്നീഹ അലൈഹി യുഅദ്ദബു ബിമാ നീഹ അലൈഹി. ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിന്റെ ചുറ്റുവട്ടമിരുന്ന് അലറിക്കരയുന്ന ആളുടെ കരച്ചില് ആ മയ്യത്തിനെ സാരമായി പരലോക ശിക്ഷയിലേക്ക് ബാധിക്കുന്നതാ. സ്വഹീഹുൽ ബുഖാരി. സയ്യിദുനാ റസൂലുള്ളാഹി. മഹ്ദിയായ അസ്മ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി.
ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞത്, അവൾ ഒച്ച കൂടുന്നുവെങ്കിൽ മണ്ണ് വാരി വായിൽ പൊത്തിക്കോ സ്വഹാബാ. ഏതിലും മരിച്ച വീട്ടിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞ തല്ലുള്ളൂ. കരയണ ആളുടെ വായിൽ മണ്ണിട്ട് കൊടുക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ പറ്റിയാ പറഞ്ഞത്? സഅദ് ഇബ്നു മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ ഭാര്യയെ പറ്റി. ജഅഫർ ഇബ്നു അബീ താലിബ് മരിച്ചിട്ട് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു, അവിടുന്ന് മോശക്കാരനല്ല, സ്വർഗത്തിൽ എന്റെ ജഅഫർ പറന്നു പോണത് ഞാൻ കാണാനേ സയ്യിദുനാ റസൂലുള്ളാഹി. ജഅഫറിന് 2 ചിറക, രണ്ടും ചോര കളറാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ആളൊന്നുമല്ല മഹാനവറുകൾ. മൂത്തത്തിന്റെ രണഭൂമിയിൽ 90 വെട്ടേറ്റ് മരിച്ചതാണ്. 88ാമത്തെ വെട്ട് വന്നത് വലത്തെ കൈക്ക. റസൂലുള്ളാഹിയുടെ പതാക താഴെ പോവാതെ ഇടത് കൈയിലെ വാള് വലിച്ചെറിഞ്ഞിട്ട് വാള് പിടിക്കുന്നത് ഇടത് കൈയിലാ. സ്വഹാബികൾ യുദ്ധം ചെയ്യുമ്പോൾ വാള് പിടിക്കുന്നത് ഏത് കൈയിലാ? ഒന്ന് പറയൂ. ഇടത് കൈയിലാണ്. എന്തുകൊണ്ട്? ഇവിടെ വെട്ടിമുറിക്കൽ 2ാമത്തെ കാര്യ, വരുന്ന വെട്ട് തടുക്കലാണ് 1ാമത്തെ കാര്യം. പ്രതിരോധമാണ് 1ാമത്. അതിന്റെ സൂചനയായി ഇസ്ലാമിക യുദ്ധ നിയമം വാള് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഖത്തീബ് ഏത് കയ്യിലാ വെള്ളിയാഴ്ച വാള് പിടിക്കാമെന്ന് നോക്കിയാലോ. അതെങ്ങനെയാ? ജുമാക്ക് വന്നിരുന്ന ചില ആൾക്കാർ റാത്തീബ് കഴിക്കില്ല. എങ്ങനെയാ? ഉറക്കം തോന്നില്ല. ആ 10 മണിയുടെ കഞ്ഞിയും 11 മണിയുടെ ചോറും ഒക്കെ അടിച്ച് കയറ്റിട്ടാ വാപ്പാനെ മക്കൾ പള്ളിയിലേക്ക് വിടാ. എനിക്ക് ഇതും കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഒക്കെ അടിച്ച് കയറ്റിട്ട് ഇപ്പൊ നമ്മുടെ പള്ളിയിലില്ല കേട്ടോ. സായന്റെ പള്ളിയിൽ അങ്ങനെ ഉറങ്ങി തൂങ്ങണവരൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? 18 ബോക്സാ വർക്ക് ചെയ്തത്. പിന്നെ എവിടെ ഉറങ്ങാൻ പറ്റില്ല, സൗകര്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോ ഇടത്തെ കയ്യിലെ വാള് പിടിക്കാം, വലത്തെ കയ്യില് പതാക. 88ാമത്തെ വെട്ടുവന്നു, കയ്യറ്റുപോയി. ഇടത്തെ കയ്യിലെ വാള് വലിച്ചെറിഞ്ഞിട്ട് ആ പതാക താഴെ വീഴാതെ പിടിച്ചു. നല്ല അവസരമല്ല. ഈ പതാകയ്ക്ക് ജീവനേക്കാളും മൂല്യമുണ്ട്. റസൂലുള്ളാഹി കൊടുത്ത പതാക സല്ലല്ലാഹു അലൈഹി വസല്ലം. 89ാമത്തെ വെട്ട് ജഅഫറിന്റെ ഇടത്തെ കൈ മുറിച്ചു കളഞ്ഞു, അറ്റുപോയി. പതാക താഴെ. ജഅഫർ കമിഴ്ന്ന് കിടന്നിട്ട് കടിച്ചു പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചു. 90ാമത്തെ വെട്ട് കറക്റ്റ് നടുവിൽ 2ആയി പിളർന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ശരീരത്തെ പെറുക്കി കൂട്ടിയിട്ട് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാ. 42 വയസ്സിലായി മരണം നടക്കുന്നത്. ഒരു 27 വയസ്സ് കാണും ഉമൈസിന്റെ മകളായ അസ്മാ എന്ന് പറയുന്ന മഹദിയായ പെണ്ണിന് റളിയല്ലാഹു അൻഹ. കരയൂലേ? കൊച്ചുമക്കൾ വീടിന്റെ മുറ്റത്ത് ഓടി കളിക്കുമ്പോഴാ വാപ്പാന്റെ മയ്യത്ത് പായൽ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുവരാ, രക്തം ഇറ്റി വീഴ. ഈ കാഴ്ച കണ്ട കരയൂലേ? അങ്ങനെ കരഞ്ഞ പെണ്ണിന്റെ വായിൽ ആ മണ്ണിടാൻ പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ. അള്ളാഹുവേ, എന്തൊരു അത്ഭുതമാ നിന്റെ ഖുർആൻ. സൂറത്ത് യാസീൻ ഫഖറഊ ഇൻദ മൗതാകും. സൂറത്ത് യാസീൻ. മരണാസന്നൻ ഇത് ഓതി കേൾപ്പിക്കണം. മരണാസന്നൻ ഇത് കേട്ട് മരിക്കണം. യാസീൻ അധ്യായത്തിന്റെ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൂറത്ത് യാസീന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇസ്മായിൽ അൽ ഹക്കൽ ബറൂസവി രേഖപ്പെടുത്തുന്നുണ്ട്, യാസീൻ അധ്യായത്തിന്റെ അക്ഷരങ്ങളെ ശാസ്ത്രീയമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രചോദനം ഉണ്ട്, ഒരു സ്വാധീനമുണ്ട്. എന്തിന്? അത് കേൾക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അത് കേൾക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോകും. ഒരു പ്രചോദനം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളോട് സലാത്ത് എല്ലാം പറഞ്ഞോ? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ പേര് കേട്ടാൽ എന്ത് ചെയ്യും? സലാത്ത് ചൊല്ലിപ്പോകും. യാസീൻ അധ്യായം കേൾക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോകും. നമ്മൾ തിരക്കായത് കൊണ്ട് അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തത്. നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് പറമ്പിലെ ആടിനെ കെട്ടിയത് മാറ്റി കെട്ടിയോ എന്ന് ചിന്തിക്കണില്ല, വാഴ വെച്ചതിന് വളമിട്ടോ ചിന്തിക്കണില്ല, കുറിയുടെ കാശടച്ചോ ചിന്തിക്കണില്ല, വൈകുന്നേരം അത്താഴത്തിന് എന്താണ് ഭക്ഷണം ചിന്തിക്കുന്നില്ല, ഇസ്രായേലിനെ കണ്ടുകൊണ്ടിരിക്കുക. ആകെ ചിന്തിക്കുന്നത് പടച്ചവന് ഉള്ളിലുണ്ട്, ഇത് നാവേലേക്ക് വന്നില്ലല്ലോ. ഏത് പറയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലുണ്ട്. അങ്ങനെ ചില സ്വപ്നം കാണുമ്പോ നമുക്ക് ഒരു മയക്കം, വലിയ മയക്കം, ഒരു ഉറക്കം, ശാശ്വതമായ ഒരു ഉറക്കം, ഖബറിലേക്ക് പോകാനുള്ള ഒരു വലിയ ഉറക്കം, ദുനിയാവിന്റെ ഏറ്റവും വലിയ ഉറക്കം. ഉറക്കവും മരണം ഒരുപോലെയാ.
ചെറിയ മരണമാണ് ഉറക്കം. അതുകൊണ്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആള് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഞങ്ങളെ മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കുന്ന അല്ലാഹ് നിനക്ക് സ്തുതി. മരിപ്പിച്ചേക്കായിരുന്നു, നീ വീണ്ടും ജീവിപ്പിച്ചല്ലോ, നിനക്ക് സ്തുതി, അൽഹംദുലില്ലാഹ്. ഉറക്കം മരണമാണ്. ആ മരണം ഉറക്കം മരണമാണ്, മരണം ഉറക്കമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന ഒരു രംഗം ഏകദേശം ഒരു ഉറക്കം പോലെയാ. ഉള്ളിലുണ്ട്, ഉറക്കത്തിൽ കിടന്ന് പറയാൻ വായിലങ്ങോട്ട് വന്നില്ലേ. സ്വപ്നം അമ്മാതിരി പ്രചോദനം നമുക്ക് തന്നത്. ഉള്ളിലുണ്ട്, അതിങ്ങോട്ട് പുറത്തേക്ക് കളയണമെങ്കിൽ അതിനൊരു വലിയൊരു സഹായ, ആ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് ചാടിക്കണം. ഏതാ ഉള്ളിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പുറത്തേക്ക് ചാടിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പം സൂറത്ത് യാസീന്റെ അക്ഷരം കേട്ടാൽ മതി. സൂറത്ത് യാസീന്റെ ക്രോഡീകരണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചൊല്ലിക്കൊടുക്കാൻ പറ്റിയ ഒരു സൂറത്ത് യാസീൻ കേൾക്കണം. ആ യാസീനൊക്കെ അക്ഷരത്തെറ്റില്ലാതെ ഓതി പഠിക്കണം. ഇത് കേൾക്കുന്ന ആൾക്കും കൂടി തോന്നുന്നത് യാസീനാണ്. ആർക്ക്? മരിക്കാൻ കിടക്കുന്ന ആള് നമ്മളെക്കാളും നല്ലതായിട്ട് യാസീൻ ഓതാൻ അറിയാവുന്ന ആളായിരിക്കും. അതുകൊണ്ട് യാസീൻ തെറ്റുകൂടാതെ ഓതിപ്പഠിച്ച് അത് ഓതി കേൾപ്പിക്കണം. മരണാസന്നനായ ആൾക്ക് ദാഹത്തിന്റെ വല്ലാത്ത ശല്യം ഉണ്ടാവും. അത് അസ്വസ്ഥതപ്പെടുത്തിയാൽ ഈ കലിമ ചൊല്ലാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ ഒരു ദാഹശമന് കൊടുക്കണം. അതിന് സൂറത്ത് റഅദ് ഓതി കേൾപ്പിക്കണം. സൂറത്ത് റഅദ് അത് മരണാസന്നനെ ഓതി കേൾപ്പിക്കണം. അപ്പൊ മരിക്കാൻ കിടക്കുന്ന ആള് ഇത് രണ്ടും കേൾക്കുമ്പോ അദ്ദേഹത്തിന് ഫിസിക്കലി അദ്ദേഹം റെഡിയായി കഴിഞ്ഞു. റഅദ് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ദാഹം മാറി. ഇനി അദ്ദേഹത്തിന്റെ മൈൻഡ് നേരെ ആവണം, റാഹത്താവണം. അതിനുവേണ്ടി യാസീനും കേട്ടു. കലിമ ചൊല്ലാൻ എളുപ്പമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാസീൻ കേട്ട് മരിക്കുന്ന മനുഷ്യൻ മരണാസന്നൻ. യാസീൻ കേട്ടിട്ടാ മരിക്കുന്നതെങ്കിൽ പുണ്യ നബി പറഞ്ഞു, യാസീനിലെ ഓരോ അക്ഷരങ്ങളുടെയും കണക്കനുസരിച്ച് ഒരു അക്ഷരത്തിന് 10 മലക്ക് എന്ന തോതിൽ യാസീൻ കേട്ട് മരിക്കുന്ന ആളുടെ മരണനേരത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരക്ഷരത്തിന് 10 മലക്ക്. യാസീൻ കേൾക്കുന്ന ആള് മരിക്കാൻ പോവാണ്. മരണാസന്നൻ യാസീൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗ്യം അയാൾക്കുള്ളതിന്റെ പേരിൽ അയാളെ സന്ദർശിക്കാൻ മരണാസന്നന്റെ അടുത്തേക്ക് ഒരക്ഷരത്തിന് 10 മലക്കെന്ന രീതിയിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ അവന്റെ വീട്ടിലേക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ടോ ഈ മരണാസന്നന് യാസീൻ കേട്ട് മരിക്കുന്ന ആൾക്ക് ആശ്വാസം പകരാൻ ആ മലക്കുകൾ അവിടെ ഇരുന്ന് ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യാസീൻ കേട്ട് മരിച്ച ഒരു മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമാ. മഹാനവറുകളുടെ ആണ്ടാ വരാൻ പോകുന്നത്. യാസീൻ ഓതിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, കേട്ട് മരിച്ചാലുള്ള ശ്രേഷ്ഠത അതാണ്. എങ്കിൽ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മരിച്ചാൽ, യാസീൻ ഓതിക്കൊണ്ടിരിക്കുക, അതായത് മരണാസന്നൻ ഇത് ഓതി കേൾപ്പിക്കുമ്പോ, എന്റെ വല്ലുപ്പാട് അനുജൻ E.I. അബ്ദുറഹ്മാൻ ഹാജി ആലുവ CA ഹോസ്പിറ്റലിൽ യാസീൻ കേട്ട് മരിക്കുന്നതിന്റെ കൂടെ യാസീൻ ഓതി മരിച്ചതായി ഓർക്കുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ യാസീൻ കേൾക്കുന്നതിന്റെ കൂടെ ഓതിക്കൊണ്ടിരിക്കും, ഓതലോടുകൂടെ മരിക്കും. ശംസുൽ ഉലമയും യാസീൻ കേൾക്കുകയും ഓതുകയും ചെയ്തിരുന്നു. യാസീൻ ഓതിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഇസ്രായേൽ വന്ന് റൂഹ് ഊരിയെടുക്കുന്നതിന് മുന്നേ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിളവാൻ എന്ന മലക്ക് സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടുവന്ന് ദാഹം തീർത്ത് ഈ മനുഷ്യനെ റാഹത്താക്കി കൊടുക്കാതെ ആ മനുഷ്യന് മരണമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഖുർആൻ പാരായണം ജീവിതത്തിൽ അകന്നുകൊണ്ടിരിക്കാം. ഗർഭിണികളായ സഹോദരിമാരുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ ശരീരം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഓതിക്കൊണ്ടിരിക്കണേ. ഇനി നിങ്ങൾക്ക് ഓതാൻ വയ്യായെങ്കിൽ നിങ്ങൾ ഓതൽ കേൾക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി വെക്കണേ. ഈ മെമ്മറി കാർഡൊക്കെ ഇട്ട് വെച്ച് പാട്ട് കേൾക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് നല്ല ഖിറാഅത്ത് വെച്ചിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിങ്ങനെ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കണം. ആര്? ഗർഭിണികൾ. അതാരെ കേൾക്ക? ശരിക്ക് അവളും കേൾക്കുന്നുണ്ട്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കേൾക്കുന്നുണ്ട്. ഖുർആനിൽ എവിടെയും സമീഅ കഴിഞ്ഞിട്ട് ബസീർ പറയാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമീഅ എന്ന് പറഞ്ഞാൽ കേൾവി, ബസ്റ എന്ന് പറഞ്ഞാൽ കാഴ്ച. ഒരു മനുഷ്യൻ ഗർഭാശയത്തിൽ എത്തുമ്പോ
ആദ്യം വരുന്നത് കേൾവിയാ. 5 മാസമൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് കേൾക്കുന്ന. അതുകൊണ്ട് ഹറാമായ വാക്കുകൾ പറയുന്നോടത്ത് ഗർഭിണി പോകാൻ പാടില്ലെന്ന്. ആ ആളുടെ കുറ്റവും ഈ ആളുടെ കുറ്റവും തെറ്റും തെറി അനാവശ്യം പറയുന്നോടത്ത് ഈ പെങ്കൊച്ച് പോയി നിന്ന് ആ വയറ്റ് കിടക്കണ കുട്ടി ആ അവൻ കേട്ട് വരണത് അതാ അവിടെ നിന്നേ കേൾക്കാം. ഗർഭിണി ഉള്ളോടത്ത് നല്ലതേ കേൾക്കാവുള്ളൂ. അതുകൊണ്ട് ആ ഖുർആൻ പാരായണം കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത്തിരി ശബ്ദത്തില് ഖുർആൻ പാരായണം വെക്കുക, എന്നിട്ട് അതിങ്ങനെ കേൾക്കുക. ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, വയറ്റിൽ കിടക്കുന്ന ആളത് കേൾക്കുന്നുണ്ട്. എന്തെല്ലാം ചികിത്സകളാ നമുക്കുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹുവല്ലദീ أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറക്കി കൊടുത്തവനാ അല്ലാഹ്. ഈമാൻ ഉണ്ടാക്കാനുള്ള വഴികളല്ലേ ഇത്? കൃത്യമായ നിസ്കാരം, കൃത്യമായ ഖുർആൻ പാരായണം ഒരുപാട് വേണമെന്നില്ല. നിസ്കാരം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ദിക്റാണ് നിസ്കാരം. നിസ്കാരത്തെ നിങ്ങൾ നിസ്കരിച്ചോ? നിസ്കരിക്കൽ തന്നെ ഏറ്റവും വലിയ ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ. അതിന് വേണ്ടിയിട്ട് ഇനി വേറൊരു ദിക്റില്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണ വേറൊരു അറിയിപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിക്ർ ചൊല്ലി റെഡിയാവണ്ട. എല്ലാം കൂടി വലിച്ചു വാരി ഞങ്ങൾ കയറ്റി വെക്കും. എന്നിട്ട് ചെയ്യണത് ആ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന റാഹത്തായിട്ട് ചെയ്ത ആ പഴയതൊക്കെ അങ്ങോട്ട് കളയും. എന്റെ പ്രിയമുള്ളവരെ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വലൗ ഖലീല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് പതിവായി ചെയ്യുന്നതാ, അത് അല്പം മതി എന്ന് പുണ്യ നബി. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഈ ഹദീസ് കാണപ്പെടുന്നത് മിഷ്കാത്തിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ചു മതി, അത് കൃത്യമായിട്ട് വേണം, അത് മുടങ്ങാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആഹാരം കഴിക്കലുണ്ടല്ലോ, ചിലരുണ്ട് ഒരുപാട് കിട്ടണത് കിട്ടുമ്പോൾ വയറ് നിറച്ച് കഴിക്കും, കിട്ടാത്തപ്പോ ഒന്നും കഴിക്കൂല. കിട്ടിയപ്പോ കഴിച്ചത് കൊണ്ട് അവൻ പാമ്പ് എരം വിഴുങ്ങിയ മാതിരിയാവും, കിട്ടാത്തപ്പോ കഴിക്കാത്തത് കൊണ്ടും എരം വിഴുങ്ങിയ പോലെ ഗ്യാസ് കയറി വയറ് നാശമായിട്ടുണ്ടാവും. എന്നാൽ ചിലരുണ്ട് അതിന് കഴിക്കുന്ന ഒരു ഡോസ് ഉണ്ട്, അതിനപ്പുറത്തേക്കില്ല. മുഖൗഖിസ് രാജാവ് ഹബീബിന് കൊടുത്തയച്ച സമ്മാനങ്ങളിൽ ഒരു ഡോക്ടർ ഉണ്ട്. മദീനയിൽ വന്നു. ഡോക്ടർ ഇങ്ങനെ ഇരിപ്പാ, രോഗി വേണമല്ലോ ഡോക്ടർക്ക്. ഒരാൾ വർഷാപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ കേടുവരണമല്ലോ, എന്നാലാണല്ലോ അയാൾക്ക് പണിയുണ്ടാവുള്ളൂ. വാഹനങ്ങൾ കേടുവരണം, ഡോക്ടർക്ക് അവിടെ പണിയില്ല. എന്തേ? മദീനയിൽ ആർക്കും രോഗമില്ല. മദീന എന്നുള്ള പേര് തന്നെ വന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടെ. ആ നാടിന്റെ ശരിക്കുള്ള പേര് യസ്രിബ് എന്നാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ മലമ്പനി നാട്. മലമ്പനി, അങ്ങനെ ഒരു പനി ഉണ്ടായിരുന്നു, മലമ്പനി ഉള്ള നാടിനാ മദീന. മദീനയുടെ പഴയ പേര് യസ്രിബ്, മലമ്പനിയുടെ നാട്. മദീന എന്ന പേര് മൈനാഗപ്പള്ളിക്ക് അൻവാർ ശരി എന്ന് തോന്നുന്നു അല്ലേ, ഒരു സ്ഥലമാണ്. ജാമിയ അൻവാർ അവിടെ വന്നതുകൊണ്ട്. പട്ടിക്കാട് ജാമിയാനൂരി വന്നപ്പോൾ അവിടെ ഫൈസാബാദ് എന്ന് വന്നു. ഓരോ നല്ല കാര്യങ്ങൾ ഓരോ സ്ഥലത്ത്. പുണ്യ മദീനയെ യസ്രിബിൽ നിന്നും മദീനയിൽ എത്തിച്ചത് മുഹമ്മദ് നബിയ. മലമ്പനിയുടെ നാട് എന്ന് പറഞ്ഞ രോഗികളുള്ള നാടായിരുന്നു. രാജാവ് കൊടുത്തയച്ച സമ്മാനത്തിൽപ്പെട്ട പ്രധാന സമ്മാനം ഡോക്ടറാ. ഡോക്ടർക്ക് അവർക്ക് ജോലിയില്ലാത്തത് എന്തുകൊണ്ട്? രോഗികളില്ല. ഹബീബിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവിടെ ജോലിയില്ലല്ലോ, എന്താണ് ഇവിടെ രോഗങ്ങളില്ലാത്തത്? ഹബീബ് പറഞ്ഞു, ഇവിടെ ഉള്ളവര് വിശക്കാതെ ഭക്ഷണം കഴിക്കൂല, ഭക്ഷണം കഴിച്ചാലോ വയറ് നിറയലില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു പ്രധാന സുന്നത്ത 3-1 ഒഴിച്ചിടണം എന്നത്. കല്യാണത്തിനൊക്കെ പോയ 500 നോട്ട കൊടുക്കണേ 1500 കഴിച്ചിട്ട് വരും അല്ലേ, ഒരു 250 പള്ളി കളയും, നാശാക്കി കളയും. എന്തോ ഒരു വാശി തീർക്കാൻ വേണ്ടി പോയിരിക്കണ പോലെ കല്യാണ വീട്ടിലൊക്കെ. യുദ്ധത്തിന് പോയിട്ട് വന്ന മാതിരി ആ കല്യാണ വീട്ടിൽ നിന്ന് ചിലര് ആ ലോഹറിന് മുമ്പ് ഹാളിൽ നിന്ന് കല്യാണം കൂടിയിട്ട് പല്ലിന്റെ ഇട കുത്തിയിട്ട് ഇങ്ങനെ പോണ പോക്ക് കണ്ടാൽ അറിയാൻ പറ്റും അത് ലോഹറോ അസുറോ എന്ന് കള്ളയായിരിക്കും. കാരണം പോട പോക്കിന് പുള്ളി വീഴും, ഉറങ്ങുമെന്ന് ഉറപ്പാ. അമ്മാതിരി വെട്ടിട്ടായിരിക്കും പോവാ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, അള്ളാഹു നന്നാക്കട്ടെ, ഇവിടെയല്ല. അപ്പൊ അങ്ങനെയാ. നമുക്ക് നന്നാവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടെ പോവാം. അമിതമായത് വലിച്ചു കയറ്റി കൂടുതൽ ചെയ്ത് മലമറിക്കേണ്ട കാര്യമൊന്നുമില്ല.
ചെയ്യുന്ന അമൽ വൃത്തിയിലും വെടിപ്പിലും സമയബന്ധിതവുമായി ചെയ്തു പോവാം. തെറ്റുകൾ എന്നത് അമൽ സ്വീകരിക്കുന്നതിന്റെ തടസ്സമാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കാം. അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാനൊരു അമല് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അമല് പറഞ്ഞു തരാം. ഒരു ദിവസം നമുക്ക് അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യ. നമ്മളൊരു ദിവസം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും പേനയും പേപ്പറും എടുത്തൊന്ന് എഴുതി വെച്ച് നോക്കാം. 5 വക്കത്ത് നിസ്കാരം ഓക്കെ, 5 കുട്ടികൾ സ്വീകരിച്ചോ ഇല്ലോ എന്നുള്ള പടച്ചോനറിയാം. അതിന്റെ മുമ്പും പറയായിട്ട് സുന്നത്ത് നിസ്കാരം എഴുതിക്കോ, സദഖ കൊടുത്തിട്ടുണ്ടാവും അതും എഴുതിക്കോ. എത്ര സൽക്കർമ്മം എഴുതി വെച്ചാലും ഒരു 15-20 അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കബൂലായാലായി, ആയില്ലെങ്കിൽ അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. 1.5 മിനിറ്റ് മതി. അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ, അള്ളാഹ് കബൂലാക്കിയ 1000 നല്ല കാര്യം ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 1.5 മിനിറ്റ് മതി. അതിനെ പറ്റിയ ഒരു അമലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയൂല എന്ന് തോന്നുന്നുണ്ടോ? ആർക്കാ കഴിയാം? ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ എങ്ങനെ ചെയ്യും ഒരു ദിവസം 1000 നന്മ? സാധിക്കൂല നബിയെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ സാധിക്കും മോനെ. 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കോളൂ. 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എത്ര? ഒരു റിവായത്തിലുണ്ട് അത് സുബഹി കഴിഞ്ഞ് 100, ഒരു റിവായത്തിലുണ്ട് അത് മഗ്രിബ് കഴിഞ്ഞ് 100. ഇങ്ങനെ 2 റിവായത്തുള്ളത് കൊണ്ട് നമുക്ക് രണ്ടും കൂടി കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? സുബഹി കഴിഞ്ഞ് 100 സുബ്ഹാനല്ലാഹ്, മഗ്രിബ് കഴിഞ്ഞ് 100 സുബ്ഹാനല്ലാഹ്. 1.5-3 മിനിറ്റ് ആയി അല്ലേ? 100 സുബ്ഹാനല്ലാഹ് 1.5 മിനിറ്റ് ഒന്നും വേണ്ട. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരം തിരിഞ്ഞ് തന്നെ പറഞ്ഞു പോണം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു മരം നമുക്ക് വേണ്ടി നമ്മുടെ പ്ലോട്ടിൽ അള്ളാഹു സ്വർഗത്തിൽ മുളപ്പിച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മഹത്താ ഒരു സുബ്ഹാനല്ലാഹ്ക്ക്. 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ 1000 നന്മ. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലല്ലേ നമ്മോട് യാത്ര പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ നമുക്ക് ഇല്ല. അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള സമ്പാദ്യങ്ങളില്ല. റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന സമ്പാദ്യമാണ് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം. ആ സ്നേഹമില്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സ്വഹാബത്ത് ഈ പ്രണയത്തെ ജീവിതത്തിൽ കൊണ്ട് നടന്നിരുന്നു. മഹാനായ സ്വഹാബിയാണ് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. വലിയ ധനാഢ്യന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിൽ വന്ന മഹാനായ സ്വഹാബിയാണ് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. മഹാനവറുകളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഔജബ തുൽഹത്തുൽ ജന്ന. മഹാനായ ത്വൽഹത്ത് വേണ്ടാതെ വെച്ചാലും അള്ളാന്റെ സ്വർഗത്തിൽ ത്വൽഹത്ത് പോവല് അള്ളാഹു ത്വൽഹത്തിന് നിർബന്ധമാക്കി എന്ന് മുഹമ്മദ് മുസ്തഫ. ത്വൽഹത്തിന് സ്വർഗത്തിൽ വിടൽ അള്ളാഹ്ക്ക് നിർബന്ധ. അങ്ങനെ പറഞ്ഞു. ത്വൽഹത്തിന് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ വിടൽ അള്ളാഹ്ക്ക് നിർബന്ധ. എന്താണ് ജീവിതത്തിന്റെ സമ്പാദ്യം? ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് ഹബീബായ നബിക്ക് വേണ്ടിയിട്ട് ശരീരം കൊടുത്തു. എങ്ങനെ? മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് തങ്ങളുടെ ശരീരത്തിൽ 70 മുറിവുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മയ്യിത്താണെന്ന് വിചാരിച്ച ആ ശരീരത്തെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് തങ്ങൾ അള്ളാന്റെ ഹബീബിന് വേണ്ടിയിട്ട് ശരീരം കൊടുത്ത ആളാം. ഉഹദ് മല കണ്ടവരുണ്ടല്ലോ എന്റെ മുന്നില്. ഉഹദ് മലയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പാറക്കെട്ടിന്റെ മടക്ക് കാണാം. അവിടെ ഒരു കസേര പോലെ, ഒരു ഭാഗം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു,
അന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉഹദിന്റെ പാറക്കെട്ടുകളിലെ ആ മലമടക്കുകളിലെ ആ ഇരിപ്പിടത്തെ ഉഹദിനെ പടച്ച അന്ന് തന്നെ അള്ളാഹു അതുപോലെ വെച്ചു കൊടുത്ത പോലെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങളാണ് അവിടേക്ക് റസൂലുള്ളാഹിനെ എത്തിച്ചത് റളിയല്ലാഹു അൻഹു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങള് മരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ച് ഖുറൈശികൾ വലിച്ചെറിഞ്ഞിട്ട് പോയ ശരീരമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് തങ്ങളും വന്നുകൊണ്ട് ആ ശരീരത്തെ നോക്കുമ്പോൾ ജീവന്റെ തുടിപ്പ് കാണുന്നുണ്ട്, ഒരു ചെറിയ അനക്കമുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങൾ പിന്നീട് ശരിയായ മരണം സംഭവിക്കുന്നത് ജമൽ യുദ്ധത്തിൽ വെച്ചാണ്. ഈ ത്വൽഹത്തിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ജീവനുള്ള ഷഹീദാണ് ത്വൽഹത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ. ജീവനുള്ള ഷഹീദ്, ജമൽ യുദ്ധത്തിൽ വീണ്ടും ഷഹീദ്. ഒരു ജീവിതം കൊണ്ട് 2 പ്രാവശ്യം ഷഹീദായി. ഒരു ജീവിതം കൊണ്ട് മഹാനവറുകൾ അള്ളാഹു സ്വർഗത്തിൽ വിടൽ നിർബന്ധമായ മനുഷ്യൻ എന്ന പദവിയും നേടിയെടുത്തു. ജീവിതത്തിൽ ഹബീബായിരുന്നു, അവിടുത്തെ ഇഷ്ടമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടർന്നു പിടിക്കുന്ന പനിയും അസ്വസ്ഥതകളും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഒരു വൈറസ് രോഗം വന്നിട്ടുണ്ട്, ഒരു പനി വന്നിട്ടുണ്ട്, അത് ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഈ പരിപാടിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ തന്നവരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ SKSSFന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ അതിലേക്ക് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, പ്രത്യേകിച്ച് സഹചാരിയുടെ ഫണ്ട് സ്വീകരിക്കുന്ന ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ രോഗിയായ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ മദ്രസയിൽ ജോലി ചെയ്ത ബഹുമാന്യനായ അഫ്സൽ ഉസ്താദ് ചികിത്സയിലാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാ. വീടുകളിൽ റബ്ബേ ഐശ്വര്യം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഒരു ഉസ്താദിന്റെ കുടുംബത്തിൽ ഒരു സഹോദരിക്ക് ഒരു പനിയുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, വീട് പണിയേണ്ടവരുണ്ട്. അല്ലാഹുവേ ഖൈറായ വീട് വെക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 1000-ന്റെയും 500-ന്റെയും സംഖ്യ ഏറ്റ സഹോദരങ്ങളിലും സഹോദരിമാരിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്ക് അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഫലസ്തീനി സഹോദരങ്ങൾക്ക് റബ്ബേ നീ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവിടെ നിന്റെ നീതിയുടെ മഴ പെയ്യണം അല്ലാ, നിന്റെ സ്നേഹത്തിന്റെ പേമാരി പെയ്തിറങ്ങണം അല്ലാ. അല്ലാഹുവേ റബ്ബേ നിന്റെ അലിവിന്റെ കൃപയുടെ ഇടപെടൽ അവിടെ വേണം അല്ലാ. അല്ലാഹുവേ ലോകത്ത് എല്ലാവർക്കും മാതൃകയാകും വിധം അല്ലാഹുവേ ജൂത പരീക്ഷകളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. മുസ്ലിമീങ്ങളിൽ ഐക്യം നൽകുക അല്ലാ, സ്നേഹം നൽകുക അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ ബർക്കത്ത് നൽകുക അല്ലാ. 30 ദിവസം ഏതൊക്കെ വീടുകളിൽ ആണോ പരിശുദ്ധമായ മദ്ഹിന്റെ മജ്ലിസ് ഉണ്ടായത്, ആ വീടുകളിലും വീട്ടുകാരിലും റബ്ബെ അതിന്റെ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അടുത്ത വർഷം ഇതിലും പൂർവാധികം ഭംഗിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കുക അല്ലാ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.